ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞ ഒരാൾ 4000 രൂപയ്ക്ക് ഒരു ജോലിക്ക് കയറാമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നീ ഇപ്പോൾ ഒന്നുമല്ല, നീ ആദ്യം പണി പഠിക്കും. പണി പഠിച്ചാൽ നീ പറഞ്ഞ പൈസ കിട്ടും. അപ്പോൾ ആദ്യം പണി എന്താണെന്ന് അറിയണം. അവർ പറഞ്ഞു കറണ്ട് ഇല്ല, ഇവിടെ പവർ പ്ലാന്റ് വരണം, വന്നിട്ട് ആ കറണ്ട് വരികയാണ്. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന പവർ പ്ലാന്റ് വന്നിട്ട് വേണം ഇവിടെ കറണ്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മളെ അന്നത്തെ ഒരു ഇതിൽ നമുക്ക് ഗൾഫ് പോകുക എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. +2 ബിടെക് തമ്മിൽ വ്യത്യാസം വരുന്ന എവിടെയെന്ന് പറഞ്ഞാൽ പണി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് +2 പഠിച്ചു കഴിഞ്ഞ് ടെക്നീഷ്യൻ ലെവലിൽ വൃത്തിക്ക് അറിയാം. പക്ഷെ ആ പണി ചെയ്യുന്നത് എന്തിനാണെന്ന് അവർക്കറിയില്ല. ഹലോ ഹായ്, എല്ലാവർക്കും IMS കരിയർ ക്ലബിലേക്ക് സ്വാഗതം. IMS ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എൻ്റെ കൂടെ ഇന്ന് 2 സൂപ്പറായിട്ടുള്ളൊരു ഗസ്റ്റ്സ് ഉണ്ട്. സോ വിനോദ് സർ ആൻഡ് ഹെൻറിച്ച് സർ, 2 ആളുകളും ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലെ ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഏരിയയിലൊക്കെ ഒരുപാട് കാലം വർക്ക് ചെയ്ത ആളുകളാണ്. അപ്പോൾ ഈ ഫീൽഡിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം NDT, QA, QC അങ്ങനെ കുറേ മേഖലകളെക്കുറിച്ച് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. എങ്ങനെയാണ് അവിടെ ജോലി കിട്ടുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, എത്ര സാലറി കിട്ടും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഇന്ന് നമ്മൾ ക്ലാരിഫൈ ചെയ്യും. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഫുള്ള് കാണുക. ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ കൂടി അടിച്ചേക്കുക. ഓക്കെ, സോ വെൽക്കം സർ ടു ദിസ് പോഡ്കാസ്റ്റ് സീരീസ്. 2 ആളുകളും ഈ ഇൻഡസ്ട്രിയിൽ കുറേ നാളുകളായിട്ട് വർക്ക് ചെയ്തവരാണ്. എങ്ങനെയായിരുന്നു ഈ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ വന്നത്? ആക്ച്വലി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഞാനൊരു ബിടെക് മെക്കാനിക്കൽ പഠിച്ച ആളായിരുന്നു. ഓക്കെ. സോ നമ്മൾ ബിടെക് മെക്കാനിക്കലിൽ പണ്ട് മുതലേ നമ്മൾ പുറത്ത് ജോലി ചെയ്യണം, കൂടുതൽ പൈസ ഉണ്ടാക്കണം എന്നൊരിതാണ് നമുക്ക് അറിയുന്ന. പണ്ടത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വണ്ടീൻ്റെയാണ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്, വണ്ടിയാണ്, അങ്ങനെയാണ് ഒരു തോന്നൽ എല്ലാവർക്കും. പക്ഷേ ആക്ച്വലി അതല്ലാതെ ഒരു ഏരിയ ഉണ്ടെന്നും നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നും ലോകത്തിൽ പല ഏരിയകൾ പോകാൻ പറ്റുമെന്നൊക്കെ. അതെ, ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഈ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങളും പോകണം. നമ്മളെ അന്നത്തെ ഒരു ഇതിൽ നമുക്ക് ഗൾഫ് പോകുക എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. ഒരു കോഴിക്കോടുകാരനാണ്. അപ്പോൾ പണ്ടേ നമ്മളെ മാമുക്കോയ നാട്ടുകാരൻ ഗൾഫ് പോവുക, ഒരു വഴി ഗൾഫ് പോവുക, ഇത് കേട്ടിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ സത്യം പറഞ്ഞാൽ ആരും ഗൾഫ് പോയിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെ പോകണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ബിടെക് പഠിക്കുമ്പോൾ എനിക്ക് ഗൾഫ് പോകണം. സോ ഗൾഫിൽ പോകണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി ഉണ്ട്, അതിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അതിനെന്ത് വേണം എന്നൊരു ചിന്തയായിരുന്നു. ആക്ച്വലി ഇപ്പോൾ ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് എല്ലാം കിട്ടുന്നുണ്ട്. അന്ന് നമ്മൾ തപ്പിപ്പോകലായിരുന്നു. ഓക്കെ. അപ്പോൾ അന്നൊക്കെ കൊച്ചിയിൽ എനിക്ക് തോന്നുന്നത് ഏതോ ഒരു സ്ഥാപനത്തിലാണ് ഇതുപോലെ ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കൊച്ചിയിലേക്ക് വന്ന് താമസിക്കാനുള്ളൊരു സാമ്പത്തികം അല്ലെങ്കിൽ അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വന്ന് നിൽക്കുക, അങ്ങനത്തെ വലിയൊരു എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ തപ്പിയാണ് ഞാൻ കോഴിക്കോട് ഒരു സ്ഥാപനം, നമ്മൾ NDT എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട് ഇതിൽ എൻട്രി കിട്ടാൻ. കാരണം നമുക്ക് ആരും എന്താ പറയുക കയറ്റി വിടാനോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്കൊരു ജോലി ഓഫർ ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ ജോലി തരുമെന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ആ കോഴ്സ് ചെയ്തു. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. അപ്പോൾ അവിടെ അന്നുണ്ടായിരുന്ന സാറുമാരും നല്ല ക്ലാസ്സുകളായിരുന്നു, അതിൽ കുറേ ഐഡിയ കിട്ടി. അങ്ങനെ ആദ്യമായി ഞാൻ ജോലിക്ക് കയറുന്നത്, എനിക്ക് ട്രെയിനിങ് എന്ന രീതിയിൽ അവർ തന്നത് ചെന്നൈയിലാണ്. ഏകദേശം 2009-2010 കാലഘട്ടങ്ങളിലാണ് കയറുന്നത്. ശമ്പളം 4000 രൂപയാണ്, താമസമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പോഴും എൻ്റെ മനസ്സിൽ ഗൾഫ് പോകണം എന്നാണ്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. കാര്യം എത്രത്തോളം മനസ്സിലാക്കുന്നു, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൾഫ് പോകാം. ഓക്കെ. ചെന്നൈ പോയി കഴിഞ്ഞാൽ വേറൊരു സ്ഥലം, എനിക്ക് ജോലിയുണ്ട്, കയ്യിലൊരു ശമ്പളം കിട്ടും, അവിടെ നിന്ന് പുറത്തു പോകാം. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞ ഒരാൾ 4000 രൂപയ്ക്ക് ഒരു ജോലിക്ക് കയറാമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ശരിയല്ലേ? പക്ഷേ എന്തായിരുന്നു ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ജോലി പഠിക്കണം എന്നൊരു രീതിയിലാണ് സാർ അങ്ങോട്ട് പോയത്. ആക്ച്വലി അന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. 4000 2010 4000 തന്നെ വലിയ എമൗണ്ട് ഒന്നല്ല. പക്ഷേ ഞാൻ കുറച്ച് ആളുകളോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. പിന്നെ പണി അറിയുന്നവർക്ക് പൈസ കിട്ടും. ഓക്കെ. നീ ഇപ്പോൾ ഒന്നുമല്ല, നീ ആദ്യം പണി പഠിക്കും. പണി പഠിച്ചാൽ നീ പറഞ്ഞ പൈസ കിട്ടും. അപ്പോൾ ആദ്യം പണി എന്താണെന്ന് അറിയണം. അങ്ങനെയാണ് ഞാൻ അതിപ്പോൾ NDTയിൽ ഇപ്പോൾ ഏത് ഫീൽഡിലേക്ക് ചാടണം എന്ന് അറിയേണ്ടത്. അങ്ങനെ NDTയിൽ ഞാൻ ഓട്ടോമൊബൈൽ സെക്ടറിൽ പോയി. അവിടെ ബെൻസിൻ്റെ ഒക്കെ പല പാർട്സും ചെക്ക് ചെയ്യുന്ന, ഇൻസ്പെക്ഷൻ ചെയ്യുന്ന കമ്പനികളിലാണ് ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങിയത്. ആ ഇൻസ്പെക്ഷനിൽ സത്യം പറഞ്ഞാൽ ഞാൻ തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, ആ ഇൻസ്പെക്ഷൻ ചെയ്ത് വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അറിയുന്ന കാര്യം അവിടെ ചെയ്യുക എന്നല്ലാതെ എക്സ്ട്രാ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. സോ ഞാൻ അവിടെ നിന്നുകൊണ്ട് പല സ്ഥലത്തും ബയോഡാറ്റ കൊടുത്തു, പല കൺസൾട്ടൻസികൾ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു കോള് വന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ടീമിനെ എന്നെ വിളിച്ചത്. ഞാൻ വില്ലിംഗ് ആയിരുന്നു പോകാമെന്ന് പറഞ്ഞു. സോ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഗുജറാത്തിലുണ്ടായിരുന്നു, വാപ്പിയിലുണ്ടായിരുന്നു, അവിടെ സൂറത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ 4-5 ഫ്രണ്ട്സ് ഞാനും സൂറത്തിൽ പോയി നിന്നു. അവിടെ റിഫൈനറീസ് ഉണ്ട്, വെസൂവിയസ് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ സൂറത്ത് SR സ്റ്റീൽ ഒരു കമ്പനിയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ബയോഡാറ്റ കൊടുത്തു, ഇവരും വിളിച്ചു. ഞാൻ ബോംബെയിലേക്ക് പോയി. അവിടെയാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറയുന്ന സമയത്ത് എന്നെ ഒരു പണിയല്ലേ ഏൽപ്പിച്ചു, പ്രൊജക്റ്റ് തുടങ്ങാൻ പോകുന്നുള്ളൂ. അതെ, തുടങ്ങാൻ പോകുന്നുള്ളൂ. സോ എന്നെ ഏൽപ്പിച്ചിരുന്ന കമ്പനി എല്ലാ പണിയും എന്നെ ഏൽപ്പിച്ചു. ആളുകളെ ഹയർ ചെയ്യുന്നത് മുതൽ, ആക്ച്വലി ഞാനൊരു ഫ്രഷറാണ്, ആളുകളെ ഹയർ ചെയ്യുന്നത് മുതൽ അവരെ താമസം നോക്കണം, എത്ര ആളുകൾ എന്തിനു വേണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇതുപോലെ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ കമ്പനിയിൽ പ്രൊജക്ട് മാനേജറാണ് എന്നെ ഏൽപ്പിക്കുന്നത്. ഇത് ചോദിച്ച് അവരോട് ഫുള്ള് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. LNTൻ്റെ പ്രൊജക്റ്റാണ്. സോ LNTയിൽ ഭാഗ്യവശാൽ ആക്ച്വലി എനിക്കൊരു തമിഴ് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ ഒരു സാറുണ്ടായിരുന്നു തമിഴിൽ. അപ്പോൾ അവരോട് ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, അവരെന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് പഠിച്ചു, അവിടെ കുറേ കാലം വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ അടുത്ത ജോബിന് ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ നിന്നൊരു മാനേജ്മെൻറ്റ് എന്നൊരു ലെവലിലേക്ക്, അല്ലെങ്കിൽ ആളുകളെ മാനേജ് ചെയ്ത് തുടങ്ങുക, ഒരു പ്രൊജക്റ്റ് മാനേജ് ചെയ്ത് തുടങ്ങുക, ആ ഒരു ലെവലിലേക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ എന്താ പറയുക ഭയങ്കരമായിരുന്നു. കാരണം ഒന്നും അറിയാതെ നമ്മൾ പഠിക്കുക, സീറോ ഒന്ന് ഡിഗ് ചെയ്ത് പഠിച്ച് അന്നും എൻ്റെ ശമ്പളം 10,000 ആണ്. പക്ഷേ ശമ്പളം 10,000 ഫുള്ള് കിട്ടും, കാരണം പ്രൊജക്റ്റ് തുടങ്ങിയിട്ടില്ല, ഫുഡ് കിട്ടും. അപ്പോൾ അതിങ്ങനെ പഠിച്ച് വരുമ്പോൾ അവർക്ക് തന്നെ മധ്യപ്രദേശിൽ ഒരു പവർ പ്ലാന്റ് ഉണ്ട്. ഇത് സ്ട്രക്ചറാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പൈപ്പിങ്ങിനെ കുറിച്ച് കേട്ടിരുന്നു, പൈപ്പിംഗ് കുറച്ചും കൂടി നല്ലതാണെന്നൊക്കെ. സോ പവർ പ്ലാന്റ് ഉണ്ട്, അവിടേക്ക് ഒരാൾ വേണം, എന്നോട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പോകാം, റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മധ്യപ്രദേശിൽ ഞാൻ ആക്ച്വലി ട്രാവൽ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ കയ്യിലൊരു മലയാളം ഹിന്ദി പരിഭാഷ ഉണ്ട്. കാരണം ഹിന്ദി ഞാൻ ഭയങ്കര വീക്കാണ്, അതുപോലും പറയാനറിയില്ല. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൽ ഹിന്ദി കമ്പൽസറി ആണല്ലോ. ഹിന്ദി ഞാൻ പഠിച്ചിരുന്നത് എങ്ങനെയായിരുന്നു, ഒരു ആൻസറൊക്കെ ക്രിക്കറ്റ് കമൻട്രി ഇല്ല, ഇങ്ങനെ ഞാൻ ആ ഒരു ഫ്ലോയിലാണ് പഠിച്ചത്. ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകും. അതുകൊണ്ട് തന്നെ +2 ഞാൻ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത്. ഹിന്ദി എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ മലയാളം ഹിന്ദി പരിഭാഷ ബുക്കും ഒരു കയ്യിൽ ഇന്ത്യൻ്റെ മാപ്പുമാണ്. അത് രണ്ടും എൻ്റെ ബാഗിൽ വെച്ച് ആണ് ഞാൻ യാത്ര തുടങ്ങുന്നത്. അത് ചെന്നൈയിൽ പോയാലും, കാരണം ട്രെയിൻ കയറേണ്ടി വരാം, പല സ്ഥലത്ത് പോകേണ്ടി വരാം, ഇതെങ്ങനെ പോകണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, സ്ഥലങ്ങളൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മധ്യപ്രദേശിൽ പോകാമെന്ന് പറഞ്ഞു. ആക്ച്വലി ഈ ഫീൽഡിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി അറിഞ്ഞിരിക്കൽ നല്ലതാണ് എന്നൊരു മൊത്തത്തിലൊരു സംസാരമുണ്ട്. ഹിന്ദി അറിഞ്ഞാൽ ഈ മേഖല കുറച്ചും കൂടി, എസ്പെഷ്യലി ഇന്ത്യയിലെ പല സ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ആണോ ശരിക്കും ഹിന്ദി പഠിച്ചിരിക്കുന്ന നിർബന്ധമാണോ? ആക്ച്വലി കേരളത്തിൽ ഇൻഡസ്ട്രീസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസ് വരുന്നത് ആ സൈഡാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഹിന്ദി ഒരുവിധ ആളുകൾക്കെല്ലാം അറിയാം. ആക്ച്വലി ഞാൻ ഗുജറാത്തിൽ ഇരുന്ന സമയത്ത് അവർ പറയുന്നത് ഗുജറാത്തിയാണ്. മഹാരാഷ്ട്ര പോയാൽ പല സ്ഥലങ്ങളും മറാത്തി പറയുന്നവരുണ്ട്. ഇപ്പം ഞാൻ പഠിച്ചു വെക്കുന്നതിൽ ആപ് കഹാ ജാ രഹാ ഹേ എന്നൊക്കെയാണ്. ഞാൻ അവിടെ പോയി കപ്പേ ഇങ്ങനെ അവർ ചോദിക്കുക, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. അപ്പം നമ്മൾ ആക്ച്വലി എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ അവിടെ കുറച്ച് നിന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് വേറെ വഴിയില്ല. അപ്പം അങ്ങനെ ഹിന്ദി മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ക്ലയൻറ്റ് കൊറിയനാണ്. അവർ ഇംഗ്ലീഷ് പറഞ്ഞ പോലും മനസ്സിലാവില്ല, ഇങ്ങനെ പറയാം. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഗൾഫ് പോയി നിങ്ങൾ അറബി കുറച്ച് പഠിക്കേണ്ടി വരും. അപ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കുറച്ച് ഇങ്ങനെ പഠിച്ച് നമ്മൾ എല്ലാ ഭാഷകളും പഠിക്കും. അപ്പോൾ അത് നമ്മൾ സർവൈവ് ചെയ്യണം, നമുക്ക് ജീവിക്കണം, നമുക്ക് വേറെ വഴിയില്ല എന്ന് തോന്നിയാൽ ഈ ഭാഷകളൊക്കെ നമ്മൾ പഠിക്കും, നമ്മളവിടെ നിൽക്കും. അങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ ഗൾഫിൽ പോകാനുള്ള ആഗ്രഹത്തിൽ ഇപ്പോൾ നമ്മൾ മധ്യപ്രദേശിൽ എത്തിക്കാണ്. ചെന്നൈയിൽ നിന്ന് കടന്നു ഗുജറാത്തിൽ പോയി മധ്യപ്രദേശിൽ എത്തിക്കാണ്. എന്നാ നമ്മൾ ഗൾഫിലേക്ക് എത്തുന്നത് എന്നാ? ആക്ച്വലി ഗൾഫിലേക്ക് എത്തുന്നത് ഞാൻ മധ്യപ്രദേശ് നല്ലപോലെ വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ആ സ്ഥലം എന്നോട് ആദ്യം പറഞ്ഞ കാണ്ഡുവ എന്നുള്ള സ്ഥലത്തേക്ക് പോകാനാണ്. ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ കാണ്ഡുവ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി. അന്നും ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു സമയമല്ല. കാണ്ഡുവയിലാണ് ഏറ്റവും കൂടുതൽ പുലികളെ കണ്ടുവരുന്നത്. എനിക്ക് തണുപ്പൊരു പ്രശ്നമാണ്, ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലം അതാണ്. ഞാൻ ടിക്കറ്റ് എടുത്ത് അവിടെ പോയി. എന്നിട്ട് ഞാൻ വിളിച്ചു, കാണ്ഡുവയിൽ എത്തി എന്ന് പറഞ്ഞ കമ്പനീനെ വിളിച്ചു. അവർ പറഞ്ഞു നിങ്ങൾ മൂങ്കി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം, ഒരു 20 കിലോമീറ്റേഴ്സ് ഉള്ളൂ മാക്സിമം. ഞാൻ എൻ്റെ ഓർമ്മ ഒരു 5:30 ആകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ഒരു ബസ് ഉണ്ടാവും, കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, 2 പേരും കൂടി ആ ബസ്സിൽ കയറി. ആക്ച്വലി സ്വദേശ പടം കണ്ടൊരു ഇതായിരുന്നു. പോകുന്നതനുസരിച്ച് ഇരുട്ടായി വരികയാണ്. വണ്ടിയിൽ ഒരുപാട് ആളുകൾ കയറുന്നു, കോഴി കയറുന്നു, ആട് കയറുന്നു, വണ്ടി കുലുങ്ങി റോഡൊന്നുമില്ല. ഞാൻ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇരുട്ടാവുന്നതിനനുസരിച്ച് വെളിച്ചൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എന്താ കറണ്ട് പോയതായിരിക്കും, ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ പവർ കട്ടുള്ള സമയമാണ്, പവർ കട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ എടുത്തപ്പോൾ ഒരു 4 മെഴുകുതിരി വെളിച്ചം പോലെ ഞാൻ കണ്ടു. സോ വണ്ടി അവിടെ നിർത്തിയിരുന്നു, ഇതാണ് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഇറങ്ങി എൻ്റെ ഫോൺ എടുത്ത് നോക്കി, റേഞ്ച് ഇല്ല. ഒരു തുള്ളി, എനിക്കൊന്നും ഐഡിയ ആണ് ഞാൻ യൂസ് ചെയ്യുന്ന സിം, ഒരു തുള്ളി പോലും റേഞ്ച് ഇല്ല. അവിടെ ഇറങ്ങി വിളിക്കാൻ ആളില്ല. അപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ എന്താ കറണ്ട് ഇല്ല എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു കറണ്ട് ഇല്ല, ഇവിടെ പവർ പ്ലാന്റ് വരണം, വന്നിട്ട് ആ കറണ്ട് വരികയാണ്. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന പവർ പ്ലാന്റ് വന്നിട്ട് വേണം ഇവിടെ കറണ്ട് വരാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം ഇത്ര സമയമേ, 1 മണിക്കൂറെ കറണ്ട് ആളിൽ ചാർജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. റൂമിൽ ഇപ്പോൾ കറണ്ട് ഉണ്ടാവും, പേടിക്കണ്ടെന്ന് പറഞ്ഞു. റൂമിൽ ഞാൻ ചോദിച്ചു, പ്രൊജക്ട് മാനേജർ മലയാളിയാണ്, ഞാൻ ചോദിച്ചു റേഞ്ച് ഇല്ല ഇവിടെ, ജിയോ ആണോ റിലയൻസ് ആണോ എന്തോ പറഞ്ഞു. അതിന് മാത്രമേ റേഞ്ച് ഉള്ളൂ, നമ്മൾ ആ സിമ്മിലേക്ക് മാറണം എന്ന് പറഞ്ഞു. ശരിയാണ്. അവിടെ പോയി ഭയങ്കര തണുപ്പ്. അവരെ ചപ്പാത്തിയും ദാലൊക്കെ കുറച്ച് കഴിച്ചു.
അങ്ങനെ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ ഓഫീസ് പോകണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷമായി. സൈറ്റ് എങ്ങനെയാണെന്ന് കാണാം, എന്തൊക്കെയായിരിക്കും പവർ പ്ലാൻ എന്നൊക്കെ പോയപ്പോൾ ഞാൻ കാണുന്നത് ഏകദേശം ഏക്കർ കണക്കിനുള്ളൊരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ ബേസ്മെൻറ്റ് തുടങ്ങി ഓരോ കാര്യങ്ങൾ ഒന്നും ആയിട്ടില്ല, പോകണമെന്നാണ്. അങ്ങനെ അന്ന് നൈറ്റ് ഡ്യൂട്ടി അടക്കം എനിക്കുണ്ടായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ ഡ്രോയിങ്സ് കിട്ടി. ഡ്രോയിങ്സ് ഒന്നും പറഞ്ഞു തരാൻ ഒരു കുട്ടി പോലും ഇല്ല, നമ്മൾ സ്വയം പഠിക്കുക എന്നുള്ളതാണ്. കാരണം വേറെ വഴി തിരിച്ചു വരാമെന്ന് വെച്ചാൽ തിരിച്ചു വരാൻ പൈസ ഇല്ല. ഓപ്പൺലി പറഞ്ഞാൽ കയ്യിൽ പൈസ ഉണ്ടാവില്ല, വീട്ടിൽ പറയാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എങ്ങനെയാണെന്ന് എപ്പോഴും പറയാൻ പറ്റില്ല. അങ്ങനെ തണുപ്പ് എനിക്ക് തീരെ സഹിക്കാൻ പറ്റിയ ഒരാളാണ്. അവിടെ ആക്ച്വലി മദർ ഓവൻ എന്ന് പറയും, നമ്മൾ ഇലക്ട്രോഡ്സ് ചൂടാക്കാൻ, അത് തുറന്ന് വെച്ച് അതിൻ്റെ ചൂട് പിടിച്ചിട്ടാണ് നമ്മളോട് ഇരിക്കാറ്. ആ ചൂട് കിട്ടി ഇരിക്കും, അതിൻ്റെ വർക്ക് നടക്കുമ്പോൾ പുറത്തേക്ക് പോകും. അങ്ങനെ കുറച്ച് കാലം അവിടെ വർക്ക് ചെയ്തു. പിന്നെ പെട്ടെന്നാണ് എനിക്കൊരു ഓപ്ഷൻ കിട്ടിയത് വീണ്ടും ഈ എയർപോർട്ടിൻ്റെ പ്രൊജക്റ്റിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത്. അപ്പോൾ കാരണം അങ്ങനെ തിരിച്ച് ഇവർക്ക് ഇവിടെ ആവശ്യം വന്നപ്പോൾ വിളിച്ചു, അവിടെ വന്നു. അവിടുന്ന് വിശാഖപട്ടണം ഇവരെ വേറെ പ്രൊജക്റ്റിലേക്ക് മാറ്റി. അങ്ങനെ ഇന്ത്യയിൽ ഒരു 5-6 പ്രൊജക്റ്റുകൾ, ഗുജറാത്ത്, വിശാഖപട്ടണം, മധ്യപ്രദേശ്, ബിദറാണ് ഞാൻ പറഞ്ഞ സ്ഥലം, കർണാടകയിലെ എയർപോർട്ടിൻ്റെ പ്രൊജക്റ്റ്, ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അറിയുന്നത് ഇവിടെ ഒരു ബോംബെയിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി ഈ 1.5 കൊല്ലം ഈ എയർപോർട്ടിൻ്റെ പ്രൊജക്റ്റൊക്കെ വർക്ക് ചെയ്തിരുന്നു. ഈ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് എന്നോട് പറഞ്ഞിരുന്നത് ഞാനൊരു കല്യാണത്തിന് പോവാം. കാലങ്ങൾക്ക് ശേഷം ഒരു 1 ഇയർ കഴിയുമ്പോൾ ഞാനൊരു കല്യാണത്തിന് പോവുകയാണ്. എൻ്റെ കോളേജിൽ പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ കല്യാണം. വരാറുണ്ടായിരുന്നോ? ഞാൻ ഇടയ്ക്ക് മാറുമ്പോൾ ഏട്ടൻ ഹൈദരാബാദാണ് എൻ്റെ ഏട്ടൻ വർക്ക് ചെയ്യുന്നത്. സോ ഹൈദരാബാദ് ഞാൻ പോയി നിന്നിട്ട് തിരിച്ച് പോയി നിന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ മധ്യപ്രദേശൊക്കെ പോയത്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് വരും, കാരണം അവിടെ നിന്ന് അങ്ങോട്ട് പോകാനല്ലോ. അപ്പോൾ നാട്ടിൽ വന്നാൽ പിന്നെ തിരിച്ചു പോകാൻ ടിക്കറ്റ് കിട്ടില്ല, ലോക്കലിൽ കയറി പോകും. ഞാൻ ഗുജറാത്തൊക്കെ പോകുന്നത് ലോക്കലിലാണ്. 12-16 മണിക്കൂർ നമുക്ക് ബാഗ് അടിച്ചു മാറ്റുമോ ഇല്ല, നമുക്ക് ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. പെട്ടെന്നായിരിക്കും പറയാം നമുക്ക് അങ്ങോട്ട് പോവാം, പെട്ടെന്ന് ഇങ്ങോട്ട് പോകാന്നൊക്കെ പറയും. അങ്ങനെ ലൊക്കേഷൻ ഷിഫ്റ്റ് ആവാം. കാരണം തുടക്കത്തിലായതുകൊണ്ട് നമ്മൾ അവിടേക്ക് ഇവിടേക്കൊക്കെ ഇടാം. കാരണം നമ്മൾ കുറച്ച് ജോലി ചെയ്യേണ്ടെന്ന് തോന്നിയാൽ നല്ല ആളുകളെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. കാരണം അവിടെ ആവശ്യമുണ്ട്, പുതിയ സ്ഥലമാണ്, അപ്പോൾ നിങ്ങൾ പോയി അവിടെ പണിയെടുക്കണമെന്നൊരു ആവശ്യം വരും. അപ്പോൾ നമ്മളെ മാറ്റും. നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് പോകും. ചുരുക്കത്തിൽ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചു. 100%. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പോകണം. അന്ന് റോമിങ്ങിന് പൈസ ഉണ്ട്, സിം ഇപ്പോൾ ഫ്രീ അല്ല. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ വേറൊരു സിം എടുക്കാൻ ഞാൻ നിർബന്ധിതനാണ്. ഞാൻ അവിടെ പോയി സിം എടുത്തിട്ട് എൻ്റെ റിലേറ്റീവ്സിന് കുറച്ച് പേർക്ക് അയക്കും. മൈ ന്യൂ നമ്പർ ഗുജറാത്ത് നമ്പർ, മൈ ന്യൂ നമ്പർ കർണാടക നമ്പർ, മൈ ന്യൂ നമ്പർ മധ്യപ്രദേശ് നമ്പറിന്. ഞാനൊരു ദിവസം നാട്ടിൽ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, എന്ത് സുഖാലം, എത്ര സ്ഥലത്തേക്കാണ് പോകുന്നത്, ഓരോ പ്രാവശ്യം ഓരോ സ്ഥലം എന്ന് പറയും. ആക്ച്വലി അതിലുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഞാൻ അവിടുത്തെ കൾച്ചർ ആയിക്കോട്ടെ. സത്യം പറഞ്ഞാൽ ഈ മൂങ്കിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, ഞാനൊന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി ഇങ്ങോട്ട് ഇൻ്റർനെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. എന്ത് ഇൻ്റർനെറ്റ് പോലും അവിടെ അറിയില്ല. അവിടെ വെച്ചാൽ കറുത്ത മണ്ണും എന്താ പറയുക, എനിക്ക് ആ കൾച്ചറൊക്കെ ഇഷ്ടമാട്ടോ. ഒരു പച്ചയായ മനുഷ്യർ, ഒരുപാട് ഫ്രീ സ്പേസസ്, നമുക്ക് അതിൽ നിന്നൊക്കെ പഠിക്കാനും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനും നമുക്ക് ഒരുപാട് പറ്റി. അപ്പോൾ ഇനി പറഞ്ഞു വന്നത്, ആ എയർപോർട്ടിൻ്റെ പ്രൊജക്റ്റ് ഉള്ളപ്പോഴാണ് നാട്ടിൽ കല്യാണം വന്നത്. ഞാൻ നാട്ടിലേക്ക് വന്നു. ഞാൻ രാത്രി വയനാട് എത്തി. നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് വന്നു. ഈ സമയത്ത് ഞാൻ കുറേ സ്ഥലത്ത് കൊച്ചിയിലൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ ബയോഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഈ ബയോഡാറ്റ കൊടുത്ത സമയത്ത് അവരെ ഒരു കോള് വന്നു. എൻ്റെ ഓർമ്മ ശരിയാണ്, യോർക്ക് റെസിഡൻസ് കൺസൾട്ടൻസി ആണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, ഗൾഫിലേക്കാണ്, UC തന്നെയാണ്, താല്പര്യമുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 100% ഓക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രൊജക്റ്റ് ഞാൻ ഫുള്ളായില്ല, എന്നെ ഇടയ്ക്ക് മറ്റേ 1 ഇയർ എക്സ്പീരിയൻസ് ആണ് എനിക്ക്. പക്ഷേ ഒരു പ്രൊജക്റ്റിൽ ഫുള്ളായിട്ട് 1 ഇയർ അല്ല, എന്നെ 2 സ്ഥലത്തേക്ക് മാറി, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ എത്തിയിട്ടേ ഉള്ളൂ, എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു തുടങ്ങിയിട്ടില്ല. അപ്പം തന്നെ ഞാൻ, കാരണം സാറ്റർഡേ വൈകിട്ട് എത്തുന്നത്, സൺഡേ ആണ് കല്യാണം. ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു, അവിടുന്ന് ബസ് വിളിച്ചു. കോഴിക്കോടാണ് എൻ്റെ വീട്. കാരണം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കണം. എത്തിയപ്പോൾ തന്നെ 10 മണിയായി. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഞാൻ കയ്യിലെടുത്ത്, ഫോട്ടോസ് എടുക്കാൻ ഒരു വഴിയുമില്ല. ട്രെയിനോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ആ സമയത്തൊക്കെ എക്സ്പോഷർ കുറച്ച് കുറവാണ്, ട്രെയിനൊന്നും കിട്ടിയില്ല. ഞാൻ അവിടെയുള്ള ബസ് കയറി. കാരണം ഉറങ്ങിയാതെ പോയാൽ എന്താണ്, നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്തു, പേപ്പറായിട്ടാണ് ഞാൻ പോയത്. പേപ്പർ ബസ്സിന് നടുവിൽ വിരിച്ച് ഞാൻ കിടന്നു. കാരണം സീറ്റൊന്നുമില്ല, കിട്ടിയ ബസ് കയറുകയാണ്. രാവിലെ അവിടെ എത്തി, റെയിൽവേ സ്റ്റേഷൻ ഒരു സ്ഥലം കിട്ടി, അവിടെ പോയി ഫ്രഷപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ രാവിലെ ലേറ്റായി പോയത്, ടൈമിംഗ് ഒരു പ്രശ്നമാണ് എനിക്ക്. ഇപ്പോൾ ഞാൻ നേരത്തെ 9 മണിയാകുമ്പോഴേക്കും അവിടെ പോയി നിന്നു. അവർ ബയോഡാറ്റ കൊടുത്തു, വിളിക്കാമെന്ന് പറഞ്ഞു. രാവിലെ ചായ കുടിക്കാൻ ഞാൻ പോയില്ല. അങ്ങനെ വിളിച്ചിട്ട് ഞാൻ പോയില്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടണമല്ലോ. അങ്ങനെ വെയിറ്റ് ചെയ്തു, കിട്ടിയില്ല. ഉച്ചയായി, വിളിച്ചിട്ടില്ല. ഒരു 4 മണിയാകുമ്പോൾ എന്നെ വിളിച്ചു. ഞാൻ 4 മണിക്ക് കയറി. ഫസ്റ്റ് ചോദ്യം, ഒരു പ്രൊജക്റ്റിൽ 1.5 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, പോയിക്കൊള്ളുന്നു. ഒറ്റ ചോദ്യമുള്ളൂ. ഞാൻ ഇറങ്ങി. അതിന് ശേഷം വന്ന ഇൻ്റർവ്യൂകൾ ഞാൻ 1-2 അറ്റൻഡ് ചെയ്ത് നോക്കി. അതിലും അവർക്ക് താല്പര്യം കിട്ടിയില്ല. നമ്മൾ പറഞ്ഞ കേൾക്കാൻ വില്ലിങ് അല്ല. പ്രശ്നം എന്താ വെച്ചാൽ എക്സ്പീരിയൻസുള്ള ആളുകൾ വേറെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇത് കഴിഞ്ഞ് ഈ പറഞ്ഞ പേരിൽ ഞാൻ ബോംബെയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ബോംബെയിലാണ് ഇൻ്റർവ്യൂ. JM മേത്ത എന്ന് പറഞ്ഞ കൺസൾട്ടൻസിയാണ്. ഇതുവരെ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല.
കാരണം നാട്ടിൽ പോകുന്ന പോലെയല്ല ബോംബെ പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാദർ അവരൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നല്ല കമ്പനിയാണ് വാന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ടും പൂട്ടി ബോംബെ പോയി, അന്തേരി പോയി. സത്യം പറഞ്ഞാൽ തമന്നനെ ഞാൻ കണ്ടു, കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. ഞങ്ങൾ താമസിക്കുമ്പോൾ അതുപോലെ ഷാഹിദ് കപൂറിനെ, പ്രിയങ്ക ചോപ്രേനൊക്കെ കാണാൻ പറ്റി നേരിട്ട് അവിടെ പോയതുകൊണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂവിന് ചോദ്യം ചോദിച്ചു. എനിക്കറിയുന്ന കാര്യങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു. അവർ ചില ചോദ്യങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പല ചോദ്യങ്ങളുണ്ട്, ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഈ പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്തെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനം എനിക്ക് കാണിച്ചു തന്നിട്ടില്ല, അവർ തന്നിട്ടില്ല. അവർ ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞത്, ചെയ്യാൻ റെഡിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഒരു മണിക്കൂറോളം എന്നോട് സംസാരിച്ചു. അവർ വില്ലിങ്നെസ് ടു ജോബ് അവർ കണ്ടു എന്ന് തോന്നുന്നുണ്ട്. അവർ ഏത് വർഷമാണ് ചെയ്തു. എന്നോട് 2 ദിവസം കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അതിൽ ഞാൻ ആകെ പെട്ടു. പാസ്പോർട്ട് വാങ്ങി, കാരണം ഞാൻ വെറുതെ വന്നാൽ കിട്ടുന്ന ഉറപ്പില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറേ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ കൺസൾട്ടൻസിക്ക് അത് പൈസ കിട്ടും, കാരണം നമ്മൾ പോയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഞങ്ങൾ അടുത്ത ബാച്ച് വരുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാം, പോയിക്കുമെന്ന് പറഞ്ഞു. അത് കുറേ സംസാരിച്ചിട്ടാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് വർഷമായിരുന്നു അത്? 2012. അതിപ്പോൾ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 6 വർഷം അല്ല, 2010 തുടങ്ങുന്നത്. 2010 തുടങ്ങി 2012 വരെയുള്ള 2 വർഷം ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത എക്സ്പീരിയൻസോടുകൂടി നമ്മൾ ഗൾഫിലേക്ക് പോകണം. ഒരു പ്രൊജക്റ്റിന് എന്തൊക്കെ വേണം, ഈ പറയുന്ന ഓരോ സ്ഥലത്തും എനിക്ക് പവർ പ്ലാന്റിനെ കുറിച്ച് പറയാൻ പറ്റി, എയർപോർട്ടിനെ കുറിച്ച് പറയാൻ പറ്റി, വിശാഖപട്ടണത്തിൽ റിഫൈനറിയിലേക്ക് വേണ്ട കാര്യങ്ങൾ, സ്റ്റീൽ പ്ലാന്റിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അത് പറയാൻ പറ്റി, എങ്ങനെ ആളുകളെ കോർഡിനേറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റി. അപ്പോൾ ഇത് പറഞ്ഞതും അവിടെ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് ചെയ്ത കാര്യങ്ങൾ കൃത്യമായി പറയാൻ പറ്റി. പക്ഷേ അതിലൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു 5 മാസം 3 മാസം എനിക്ക് 4 മാസം ഡിലേ വന്നു. ഡിലേ വന്നു എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ബാച്ച് പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂവിന് വന്ന 1-2 പേർക്കൊക്കെ കിട്ടിയിരുന്നു, അവരൊക്കെ പോയി. അപ്പോൾ എൻ്റെ ഇതിൽ വിസ പ്രോസസ്സിങ്ങിൽ അവിടെ സ്റ്റോപ്പായി പോയി. അപ്പോൾ അതിനൊരു ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്നു. ആ സമയത്ത് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ഒരു ഗസ്റ്റ് ലെക്ചർ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്തു. കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടി. അവിടെ കുറച്ച് ടീച്ചിങ് എന്നൊരു കരിയറിലേക്ക് അല്ല, ടീച്ചിങ് കാര്യം ഞാൻ 8ാം ക്ലാസ് മുതൽ ചെയ്യുന്നുണ്ട്. ട്യൂഷൻ എടുത്ത് കൊടുക്കുമായിരുന്നു ഫ്രീ ആയിട്ട്. എൻ്റെ വീട്ടിൽ എന്നെക്കാൾ 8, 10, 20 വയസ്സ് പ്രായം കൂടുതലുള്ള ആളുകൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നിരിക്കും പഠിക്കും. SLC പാസ്സാവാത്ത ആളുകളുണ്ടായിരുന്നു, അവർ വന്നിരിക്കും, ഞാൻ പഠിപ്പിക്കും. എൻ്റെ നാട്ടിൽ പലരും വിളിക്കുന്ന മാഷയെന്നാണ്. ഫീസിനൊന്നുമല്ല, എനിക്ക് പഠിപ്പിക്കുന്ന ഇഷ്ടമാണ്. അങ്ങനെ 8ാം ക്ലാസ് മുതൽ ഇപ്പോൾ ഞാൻ പൈസ വാങ്ങിയിട്ടാണ് പഠിപ്പിക്കുന്നത്. പണ്ട് അങ്ങനെയല്ല, കാരണം അതൊരു രസമാണ്. 10ാം ക്ലാസ്സിൽ ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്നവരെ പഠിപ്പിക്കാൻ പോകും. എന്നിട്ട് ഞാൻ SLC പഠിക്കുമ്പോൾ അതായത് +2 എൻ്റെ വീട്ടിൽ ഫുൾ ആളുകളാണ്. +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൻ്റെ മുകളിലും താഴെ വീട്ടിൻ്റെ ഉള്ളിൽ കിടക്കാൻ സ്ഥലത്ത് മുകളിലൊക്കെ വന്നിരുന്ന് രാത്രി 8-9 വരെ പഠിച്ചിട്ടാണ് ഒരു പരീക്ഷയ്ക്ക് പോകുക. 2012 നമ്മൾ ഗൾഫിലെത്താം. എൻ്റെ സാറിൻ്റെ ഒരു കരിയർ ജേണി എങ്ങനെയായിരുന്നു? അത് ഈ സാർ പറഞ്ഞതുപോലെ തന്നെ, പക്ഷേ ഞാൻ ഗൾഫിൽ പോകണമെന്ന് അങ്ങനെ എയിം ഇല്ലായിരുന്നു. ഞാൻ തുടങ്ങിയത് ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. എറണാകുളത്ത് വീഗാർഡിൽ ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. എങ്ങനെയായിരുന്നു ആ ജോലിയിലേക്ക് എത്തിയത്? അപ്പം എൻ്റെ ഒരു റിലേറ്റീവ് ഇങ്ങനെ ഒരു ജോബുണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുനെൽവേലി പോയി NTT പഠിച്ചിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ സിംഗപ്പൂരിൽ നിന്ന് ഒരു കമ്പനി ഇൻ്റർവ്യൂവിന് അവിടെ വന്നിരുന്നു. അപ്പം ഞാനിവിടെ പഠിക്കുമ്പോൾ തന്നെ ഇത് 40 ദിവസത്തെ കോഴ്സാണ്. 40 ദിവസം പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ജോലിയൊന്നുമില്ല, പിന്നെ വെറുതെ ഇരിക്കണം. അപ്പം അവിടുത്തെ ഒരു സാറിന് ആ സമയത്ത് ഒരു 10 ദിവസത്തെ ലീവ് എടുക്കേണ്ടി വന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു 10 ദിവസത്തേക്ക് ഇവിടെ നിന്നിട്ട് വരുന്ന പിള്ളേർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ 10 ദിവസം കഴിയുമ്പോൾ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ആ 10 ദിവസം നിന്നു. 10 ദിവസം നിൽക്കുമ്പം അവർ ഫുഡ് അവർ വാങ്ങിച്ചു തരും, അക്കോമഡേഷൻ്റെ പൈസ, ഒരു റൂമിൻ്റെ റെൻറ്റും കൊടുക്കുമായിരുന്നു. ആ സാറ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഇവർക്ക് ട്രിച്ചിയിൽ ബ്രാഞ്ചുണ്ട്. എൻ്റെ അടുത്ത് അവിടെ ഒരു 10 ദിവസം പോയി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 10 ദിവസം അവിടെ പോയി നിന്നു. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ട് അറ്റാച്ച്മെൻറ്റായി. ഇവർ കുറച്ച് ദിവസം കൂടെ അങ്ങനെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 2 മാസത്തോളം നിന്ന് കഴിഞ്ഞപ്പം സിംഗപ്പൂരിൽ നിന്ന് ഒരു കമ്പനി ഇൻ്റർവ്യൂ എടുക്കാൻ അവിടെ വന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ കിട്ടിക്കഴിഞ്ഞിട്ട് നേരെ അവിടേക്കാണ് പോകുന്നത്. അപ്പം അവിടെ ചെല്ലുമ്പം ഈ ഷിപ്പൊന്നും ഞാൻ അതുവരെ ലൈഫിൽ കണ്ടിട്ടേ ഇല്ല. അത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കും എല്ലാവരും. ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് ഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് തടിയിലാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഷിപ്പ് യാർഡിൽ കയറുന്നതും ഷിപ്പുകൾ കാണുന്നതും അവിടെ കയറി വർക്ക് ചെയ്യുന്നതൊക്കെ. എത്ര പേരുണ്ടായിരുന്നു അന്ന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ? എത്ര എംപ്ലോയീസ് ഉണ്ടാവും? അത് ഒരു ഷിപ്പിനകത്ത് ഒരു ഷിഫ്റ്റിൽ 2000 പേരോളം വർക്ക് ചെയ്യും ഉണ്ടാവില്ലേ? അപ്പം 2 ഷിഫ്റ്റ് ആകുമ്പോൾ 4000, 3500-4000 പേര് ഒരു ഫ്രം ദ ബിഗിനിങ് ഷിപ്പ് പണിയാണ്. അതെ, അല്ലല്ല, ഞാൻ ബിഗിനിങ് ഷിപ്പ് കൺസ്ട്രക്ഷൻസിൽ വർക്ക് ചെയ്തിട്ടില്ല. ഇത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓഫ് ലോഡ് ചെയ്യുന്ന ഷിപ്സ് ഉണ്ട്, FSO എന്നാണ് പറയുന്നത്.
അതിനെ പ്രൊഡക്ഷൻ ഷിപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് നമ്മുടെ റിഫൈനറീസ് ഒക്കെ ഇല്ലേ, അപ്പോൾ ഒരു ഷിപ്പിൻ്റെ മുകളിൽ ഒരു റിഫൈനറി വരുന്ന പോലെയാണ് അത്. ഷിപ്പ് കൺസ്ട്രക്ഷനെ FSOനെ FPSO ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഓൾറെഡി ഒരു ഷിപ്പ് കാണും, അതിനകത്ത് ജസ്റ്റ് ടാങ്ക്സ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ മേളിൽ വരുന്ന പ്രോസസ്സിങ് ചെയ്യാൻ ആവശ്യമായ പൈപ്പിങ്, അതിൻ്റെ പ്രോസസ്സിങ് സിസ്റ്റംസ്, അതെല്ലാം അതിൻ്റെ മെയിൻ ഡെക്ക് എന്ന് പറയും. മേളിൽ നമ്മൾ കാണുന്ന ഭാഗമില്ലേ, ഷിപ്പിൻ്റെ ടോപ്പിൽ കാണുന്ന ഭാഗം, അതിൻ്റെ മേളിൽ വരുന്നതാണ് ഈ കൺസ്ട്രക്ഷൻ. ഇത് റിഫൈൻ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനുള്ള റിഫൈനറി പോലത്തെ സെറ്റിങ്സ് വരുന്നതാണ്. അപ്പോൾ ആക്ച്വലി ഷിപ്പ് ഫ്രം ദ ബിഗിനിങ് കൺസ്ട്രക്ട് ചെയ്യലാണോ നമ്മുടെ അവിടെ ചെയ്യുന്ന പണി? അല്ല, ഷിപ്പ് കൺസ്ട്രക്ഷൻ അല്ല, അത് പറയുന്നത് ഇങ്ങനെയാണ്, FSOയെ FPSO ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. FSO എന്ന് പറയുന്നത് പ്ലെയിൻ ഷിപ്പ് പോലെ ഇരിക്കും, കണ്ടു കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ ആയിട്ട് അതിനകത്ത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റംസും അതിനകത്ത് കാണത്തില്ല. അതിനകത്ത് ടാങ്ക്സ് മാത്രമേ കാണത്തുള്ളൂ, സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം. അവരുടെ ആ ഷിപ്പിൻ്റെ പണി എന്ന് പറയുന്നത് നടുക്കടലിൽ പോയിട്ട് അവിടെ ഒരു ഷിപ്പ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പ് ഉണ്ടാവും, അതിനകത്ത് ക്രൂഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റോർ ചെയ്ത ക്രൂഡ് ഇതിലോട്ട് ഓഫ്ലോഡ് ചെയ്ത് കരയ്ക്ക് കൊണ്ടുപോവുക, അത് ലോഡ് ചെയ്ത് കൊണ്ടുവരും, അത്രേ ഉള്ളൂ. സാർ ആക്ച്വലി ബിടെക് കഴിഞ്ഞിട്ട് പോകുന്നല്ലോ, പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് സാറ് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് NDT എന്ന ഫീൽഡിലേക്ക് സാർ ഡയറക്റ്റ്ലി, കാരണം പ്ലസ് ടുക്കാർക്ക് NDT നല്ലൊരു ഇതുണ്ട്. അപ്പം ഞാനൊരു ബിടെക്, നമുക്ക് ബിടെക്കാർക്ക് ഭയങ്കര അഹങ്കാരമാണ്. നമ്മൾ NDT എന്ന് പറയുമ്പോൾ ചെറിയ ലെവലാണ്, NDT അങ്ങനെ പൊന്താൻ പറ്റില്ല. നമുക്ക് ഹയർ ലെവലിലേക്ക് പോകണം എന്ന് തോന്നാൾ ഈ ഗൾഫിലേക്ക് പെട്ടെന്ന് ചാടുന്നതും വലിയ വലിയ പൊസിഷൻ നോക്കുന്നത്. അതൊന്നും ഞാൻ NDT ചെയ്തിട്ടേ ഇല്ല. ഞാൻ ആ ഒരു 5-6 മാസം ചെന്നൈയിൽ വർക്ക് ചെയ്തതല്ലാതെ NDT എന്ന സാധനം നോക്കിയിട്ടേ ഇല്ല. NDT അറിയാമെന്ന് പറയുന്നല്ലാതെ. സാറ് NDTയിലാണ് നിന്നത്, ഷിപ്പിൽ എനിക്ക് തോന്നുന്നു എത്രയോ കാലങ്ങൾ. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് വരുന്നൊരു കുട്ടിക്ക് ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ പല ടെക്നിക്കൽ ടേംസ് അത് മനസ്സിലാക്കി ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. നന്നായി ടെക്നിക്കൽ ടേംസ് ഒക്കെ മനസ്സിലാക്കി. ടെക്നിക്കൽ ടേംസ് എന്ന് പറഞ്ഞാൽ NDT എന്ന് പറയുന്നത്, നമ്മൾ NDTക്കകത്ത് കൂടുതലും വരുന്നത് നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്, അതിനകത്ത് ടേംസ് കൂടുതലും വരുന്നത്. അത് പഠിച്ചെടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം ബേസിക്കലി പറയുമ്പോൾ മാഗ്നറ്റ് വെച്ചുള്ള ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മാഗ്നറ്റിൻ്റെ സ്വഭാവം എന്താണെന്നൊക്കെ നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുന്നതാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അത് പഠിച്ചെടുക്കാൻ അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് പ്ലസ് ടു പഠിച്ചിട്ട് പോയതുകൊണ്ട് ഈവൻ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ കൂടെ തന്നെ BTech കഴിഞ്ഞവരുണ്ട്, MTech കഴിഞ്ഞവർ വരെ വരുന്നുണ്ട്. എല്ലാവരും ഈക്വലായിട്ടാണ് ഇതിനകത്ത് കയറി പോകുന്നത്. ഇതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ പ്ലസ് ടുവും BTech തമ്മിൽ വ്യത്യാസം വരുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ, പണി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞ് ടെക്നീഷ്യൻ ലെവലിലവർക്ക് വൃത്തിക്കറിയാം. പക്ഷെ ആ പണി ചെയ്യുന്നത് എന്തിനാണെന്ന് അവർക്കറിയില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ചില സ്ഥലത്ത് എല്ലാവർക്കും അല്ല കേട്ടോ, അതായത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ അത് മനസ്സിലാക്കുന്ന ആൾ ചിലപ്പോൾ അടുത്ത ലെവലിലേക്ക് പെട്ടെന്ന് മാറാം. നമ്മൾ പറയും തുരുമ്പ് പിടിക്കുന്ന സ്ഥലത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചാൽ മതി, തുരുമ്പ് പിടിക്കില്ല. തുരുമ്പ് പിടിക്കാത്തൊരു സാധനമാണ് അത്. ആക്ച്വലി തുരുമ്പ് പിടിക്കും. അത് എന്തുകൊണ്ട് തുരുമ്പ് പിടിക്കുന്നില്ല എന്നും അത് തുരുമ്പ് പിടിക്കാനുണ്ടാവുന്ന കാരണം എന്താണെന്നും ഒരു ബിടെക്കാരന് പഠിച്ച് മനസ്സിലാക്കാം. തിയറി പാട്ടുണ്ട്. ഷുവർ. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും, നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ സാധനവും പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഷിപ്പിന് സാറ് മരമാണെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ അത് ഇരുമ്പ് തുരുമ്പ് പിടിക്കും, പക്ഷേ മരം തുരുമ്പ് പിടിക്കില്ല. സേഫ് മരമാണെന്ന് വെച്ചാൽ മരമാണ്, പക്ഷേ തുരുമ്പ് പിടിക്കാത്ത ഇരുമ്പുണ്ട്. തുരുമ്പ് പിടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യുമ്പോഴായിരിക്കും തുരുമ്പ് പിടിക്കുന്നത്, ഈ കാര്യം അറിയുന്ന ആൾ നമ്മൾ ചെയ്യുന്ന പണി കുറച്ചും കൂടി ശ്രദ്ധിക്കും. അപ്പോൾ ആ ഒരു ഐഡിയ ബിടെക്കാർക്ക് കൂടുതലായിട്ടുണ്ടാവും. ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ കുറേ ഡെപ്തിൽ പറയേണ്ടി വരും. ഇപ്പോൾ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ആ ഐഡിയ കിട്ടുന്ന ആൾക്ക് അടുത്ത ലെവലിലേക്ക് കയറി പോകാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ആ പണി കൃത്യമായിട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഈ ഒരു ഫീൽഡ് പഠിഞ്ഞ ഒരാൾ ഇപ്പോൾ ഷിപ്പിലാണെന്നുണ്ടെങ്കിൽ മറ്റേ എന്തായിരിക്കും, എന്തൊക്കെ ഡേ ടു ഡേ വർക്കുകൾ ഉണ്ടാവും അവിടെ? ഞാൻ കൂടുതൽ ഇൻസ്പെക്ഷനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കെപ്പൽ എന്ന് പറയുന്ന ഒരു ഷിപ്പ് യാർഡാണ്, സിംഗപ്പൂരിലെ കെപ്പൽ എന്ന് പറയുന്ന ഷിപ്പ് യാർഡ്, അതിനകത്താണ് വർക്ക് ചെയ്തത്. അതിനകത്ത് അറ്റ് എ ടൈമിൽ ഒരു 4 പ്രോജക്ട്സൊക്കെ റണ്ണിങ്ങിലിരിക്കും. 3 to 4 പ്രോജക്ട്സാണ് ഉണ്ടാവുക. അപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോജക്റ്റിനകത്ത് ഏകദേശം 3000 മുതൽ 4000 പേര് വർക്ക് ചെയ്യും. അപ്പോൾ 4 പ്രോജക്റ്റ് ആകുമ്പോൾ അത്രയും എംപ്ലോയീസ് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ NDTക്ക് പോകുന്നവർക്ക് രാവിലെ ചെന്ന ഉടനെ തന്നെ അന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ളത്, വെൽഡിംഗ് ആണ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്, വെൽഡിൻ്റെ ഇൻസ്പെക്ഷനാണ് ചെയ്യുന്നത്. എന്തൊക്കെ ഇൻസ്പെക്ഷൻ അന്നത്തെ ദിവസം കാണും, ഏത് പ്രോജക്റ്റാണ്. അപ്പോൾ നമ്മൾ പ്രോജക്റ്റിനകത്ത് കയറുമ്പം അവരുടെ അപ്രൂവൽ വേണം. ഏതാണോ ആ ഷിപ്പ്, അതിൻ്റെ ക്ലയൻറ്റ് ആരാണോ, അവരുടെ മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്തിട്ട് വേണം ആ പ്രോജക്റ്റിൽ കയറി വർക്ക് ചെയ്യാൻ. പോയ സമയത്ത് ഫ്രഷർ ആയതുകൊണ്ട് കമ്പനിയിൽ നിന്ന് കുറേ ട്രെയിനിങ് ഒക്കെ തന്നായിരുന്നു. അവിടുത്തെ കമ്പനിയും കുറച്ച് ട്രെയിനിങ് ഒക്കെ തന്നായിരുന്നു. അത് വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. സിത്താദി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലാണ് ആദ്യമേ കയറി വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ക്ലയൻറ്റ് പ്രോസൈഫ് ആയിരുന്നു.
അവരുടെ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അതിനകത്ത് കിട്ടി. അതിനകത്ത് ആ പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അന്ന് ഞാൻ ചെയ്തത് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിങ്ങും പെനിട്രൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റുകളാണ് ചെയ്തത്. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിങ്ങും പെനിട്രൻറ്റ് ടെസ്റ്റ് എന്താ സാധനം അത്? ആക്ച്വലി ഇവർക്ക് അറിയാം ഇന്ന ടെസ്റ്റ് അവിടെ ചെയ്യണം എന്നുള്ളത്. ഇതാണ് ടെക്നീഷ്യൻ ചെയ്യുക. അപ്പോൾ നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ അവിടെ ഏത് ടെസ്റ്റ് ചെയ്യണം തീരുമാനിക്കുന്നത് നമ്മളാണ്. എഞ്ചിനീയേഴ്സ് ആണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ ടെസ്റ്റ് വേണം. നമ്മൾ QC QA എന്ന് വരുന്നൊരു പാട്ടുണ്ട്. ഇത് ക്വാളിറ്റി കൺട്രോളാണ്. ഇതിൻ്റെ അഷുറൻസ് പാർട്ടും ഉണ്ട്. ഇവിടെ ഏത് ടെസ്റ്റ് ചെയ്യണം, വെൽഡ് ചെയ്ത് എല്ലാ ജോയിൻസിനും ആ ടെസ്റ്റ് ചെയ്യണോ, അല്ല എത്ര ജോയിൻസിന് ചെയ്യാം, 10% ചെയ്താൽ മതിയോ അല്ലെങ്കിൽ 100% ചെയ്യണോ, ഇവിടെ ഇന്ന ടെസ്റ്റിൻ്റെ ചെയ്യണം എന്നുണ്ടോ, എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഓക്കെ, അത് നമ്മൾ ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് എല്ലാം ചെക്ക് ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ടെക്നീഷ്യൻസിലേക്ക് വരുമ്പോൾ നമ്മളാണ് ഇവരോട് പറയുക ഇന്ന ജോയിൻസ് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇവർ പോയി അത് ചെയ്ത് വരും. എത്രത്തോളം വൃത്തിക്ക് ചെയ്യുന്നു, അതിൻ്റെ റിപ്പോർട്ട് ഇടുന്നു എന്നതാണ് ഇവരൊരു പണി. പക്ഷേ ഏത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതും അതിൻ്റെ പ്രൊസീജിയർ ഉണ്ടാക്കുന്നതുമെല്ലാം ലെവൽ 3 അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ലെവലിലെ ആളുകളായിരിക്കും ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ ബിടെക് സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് പ്ലാൻ വരയ്ക്കാനൊരു ടീമും പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനൊരു ടീമും എന്ന് പറയുന്ന പോലെ ഇതൊരു ഡിസൈൻ പാർട്ടും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളാണിത്. ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. എക്സിക്യൂട്ടുകൾ നമ്മൾ അഷുറൻസ് എന്ന് പറയും. അപ്പോൾ ഞാനത് ആക്ച്വലി ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി അഷുറൻസും എന്താണെന്ന് ചിലപ്പോൾ ആർക്കും അറിയില്ല. അപ്പോൾ ആ വാക്ക് പറയുമ്പോൾ ക്വാളിറ്റി കൺട്രോൾ എന്താ, ക്വാളിറ്റി അഷുറൻസ് എന്താണ്, രണ്ടും ഒന്നല്ലേ എന്നൊരു സംശയമുണ്ട്. ശരിക്കും ഇത് രണ്ടും രണ്ടാണ്. ഓക്കെ, ആക്ച്വലി ക്വാളിറ്റി കൺട്രോൾ പലർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ ക്വാളിറ്റി അഷുറൻസ് തീരെ അറിയില്ല. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, അത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ക്വാളിറ്റി അതൊരു വർക്ക് ചെയ്ത ആളത് പറയും. ഇപ്പോൾ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ടാവും ആക്ച്വലി. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ കസ്റ്റമർ എന്നൊക്കെ പറയുന്ന പോലെ ഞാനൊരു സാധനം വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുട്ടിയോട് പറയുന്നൊരു കഥ ഉണ്ട്, ഡസ്റ്റർ. ഇപ്പോൾ ഞാൻ ഡസ്റ്റർ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഞാൻ ആ ഡസ്റ്റർ ക്വാളിറ്റി ഉള്ളതാണെന്ന് ഞാൻ പറയണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, എനിക്ക് ആ ഡസ്റ്റർ കൊണ്ട് ഞാൻ ഒരു ബോർഡ് മായ്ച്ചാൽ ഒറ്റ ഇതിൽ മായണം. ആ ഡസ്റ്ററിൻ്റെ തുണി പെട്ടെന്ന് ഇവിടെ നിന്ന് കീറി പോകുന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ആ ഡസ്റ്ററിൻ്റെ വലുപ്പം വല്ലാതെ കൂടിപ്പോയി വല്ലാതെ ചെറുതായി പോയി എനിക്കിത് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 3 കാര്യം, ആ ഡസ്റ്റർ ഉണ്ടാക്കുന്ന കമ്പനി പെട്ടെന്ന് മായുന്ന രീതിയിലൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പെട്ടെന്ന് കീറാത്തൊരു മെറ്റീരിയലാണ്, അതിൻ്റെ സൈസ് കംഫർട്ടബിൾ സൈസാണെന്ന് വിചാരിക്കുക. ഇത് 3 ശ്രദ്ധിച്ചിട്ടാണ്, അത് 3 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് ആ കമ്പനി ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ പറയും ഡസ്റ്റർ ക്വാളിറ്റി ഉള്ളതാണ്. ഒരിക്കലും ഞാൻ ആ ഡസ്റ്റർ സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കണമെന്നോ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കണമെന്നോ ഇന്ന മെറ്റീരിയൽ ഉണ്ടാക്കണമെന്നോ ഞാൻ പറയില്ല. എൻ്റെ ആവശ്യം എന്താണോ അതിനുള്ള സാധനം അതിലുണ്ടോ, അതാണ് ക്വാളിറ്റി. നമ്മൾ മെക്കാനിക്കൽ ഇതിലേക്ക് വരുമ്പോൾ എൻ്റെ ആവശ്യം ഞാൻ പറയും, ഇതിൽ ആവശ്യം പറയാനില്ല. ഇപ്പോൾ ഞാൻ പറയും എനിക്ക് ഇന്ന സാധനമാണ് വേണ്ടത്, എൻ്റെ ആവശ്യം ഇന്ന സാധനമാണ്, അത് ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്ത് നമുക്ക് തന്നാൽ അത് ഞാൻ ക്വാളിറ്റി ഉള്ളതായിട്ട് പറയും. അതാണ് ക്വാളിറ്റി അഷുറൻസ് എന്നൊരു ഏരിയ. അഷുറൻസ് മാറി ക്വാളിറ്റി കൺട്രോൾ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുന്നതന്നെ ഒന്നും പറയാം. ഇപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങളൊരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഞാനൊരു കമ്പനിയാണ്, നിങ്ങൾക്കൊരു ഇരുമ്പിൻ്റെ ഒരു സ്ക്വയർ വേണം, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സ്ക്വയർ വേണം, 5 സെൻറ്റിമീറ്റർ നീളം വീതിയൊക്കെ ഉണ്ടാവണം, 10 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു 1000 പീസ് വേണം നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്ന് ഞാൻ ചെക്ക് ചെയ്യും. ഓക്കെ, അതെങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഗോൾഡൊക്കെ ചെക്ക് ചെയ്യുമല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ 916 ഗോൾഡ് എന്ന് പറയുന്നത്? കുറച്ച് നോക്കുന്നതല്ല. ഇപ്പോൾ നമ്മൾ നോർമലി പറയുന്നത് 24 ക്യാരറ്റാണ് തങ്കം. അതിന് നമുക്ക് വേറെ ഒന്നാക്കി മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്ര ശതമാനം കോപ്പർ ആഡ് ചെയ്യും, അത് 22 ക്യാരറ്റായി, അതാണ് 916 എന്ന് നമ്മൾ നോർമലി പറയാം. അപ്പോൾ ഞാൻ എടുക്കുന്ന ഗോൾഡിൽ ഇത്ര ശതമാനം കോപ്പർ ഉണ്ട്, ഇത്ര ശതമാനം ഗോൾഡ് ഉണ്ടെങ്കിൽ അത് 916 ആണ്. ഇതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആവണമെങ്കിൽ ഇത്ര ശതമാനം കാർബൺ വേണം, ഇത്ര ശതമാനം ക്രോമിയം വേണമെന്നുണ്ട്, അതുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്താൽ അത് ഓക്കെ. ഞാനത് ചെക്ക് ചെയ്തു, ഞാനെൻ്റെ സ്കെയിൽ എടുത്ത് വെച്ച് അളന്നു, 5 സെൻറ്റിമീറ്റർ ഉണ്ടോ കൃത്യമാണ്, 10 കിലോഗ്രാം വെയിറ്റ് ഉണ്ടോ, ഇത് 3 ഉണ്ട്, അങ്ങനെയുള്ള 1000 പീസ്. അങ്ങനെ തെറ്റിപ്പോയ സാധനം ഞാൻ മാറ്റി വെക്കും. അപ്പോൾ ആ ഡയമെൻഷൻ അല്ല നിങ്ങൾ പറഞ്ഞതല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് മാറ്റി അതിന് വേണ്ട റിപ്പയർ കാര്യങ്ങൾ ഞാൻ ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ എന്താ ചോദിച്ച 1000 പീസും കൃത്യമാണ്, പറയും ഞാൻ ഉണ്ടാക്കി തന്ന സാധനം ക്വാളിറ്റി ഉള്ളതാണെന്ന്. ഈ ചെക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഷിപ്പ് കൺസ്ട്രക്ഷൻ സാറിൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മളവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും? മെറ്റീരിയൽസ് കാർബൺ സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് മെറ്റീരിയൽ ഗ്രേഡ് വരുന്നത്. അതിനകത്ത് ഇൻസ്പെക്ഷൻ വരുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു ഷിപ്പ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം അത് പുതിയ ഷിപ്പായിരിക്കില്ല, ഓൾറെഡി ഒരു 5 വർഷം 10 വർഷം ആയ ഷിപ്പായിരിക്കും. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് പുതിയതായിട്ട് അതിനകത്ത് ഫിറ്റ് ചെയ്യേണ്ടത് ഉള്ളതിൽ അത് എന്തെങ്കിലും കുഴപ്പം പറ്റിയ മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടോ അത് മാറ്റിയിട്ടായിരിക്കും ആദ്യമേ തുടങ്ങുക അവർ. അപ്പോൾ ഓൾറെഡി ഉള്ള മെറ്റീരിയൽസിനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ആദ്യമേ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പം ഒരു ഷിപ്പിൻ്റെ സൈഡ് കാണുന്നില്ലേ, ഒരു ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന സൈഡ് കാണുന്നില്ല, അതിന് സൈഡ് ഷെൽ എന്നാണ് പറയുന്നത്. സൈഡ് ഷെല്ലിൽ ഓരോരോ പ്ലേറ്റിൻ്റെയും തിക്നെസ്സിന് കുറവ് വന്നിട്ടുണ്ട്, കാരണം അതാണല്ലോ കടലിൻ്റെ അടിയിൽ നിൽക്കുന്നത്, അതിനകത്ത് കൊറോഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ടാങ്കിനകത്ത് ഒരു സ്റ്റോർ ചെയ്താണല്ലോ ഇരിക്കുന്നല്ലോ, എപ്പോഴും ക്രൂഡ് സ്റ്റോർ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അതിനും കൊറോഷൻ സംഭവിക്കും, അവിടെ നിന്നാണ് തുടങ്ങുന്നത്.
ആ മെറ്റീരിയൽ അതിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ ഉള്ള തിക്നെസ് ഉണ്ടോ, അത് പ്ലസ് ഓർ മൈനസ് ഉണ്ട്. അത് ഞങ്ങൾക്ക് അത് പറയേണ്ട കാര്യമില്ല. അത് ആക്സെപ്റ്റ് ചെയ്യണോ അത് റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് ഞങ്ങളല്ല തീരുമാനിക്കുന്നത്. അത് QC എഞ്ചിനീയേഴ്സാണ് തീരുമാനിക്കുന്നത്. നമുക്ക് അതിൻ്റെ തിക്നെസ് മാത്രം മെഷർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു QC ടെക്നീഷ്യൻ എന്നൊരു അല്ലെങ്കിൽ NDT ടെക്നീഷ്യൻ എന്നൊരു ലെവലിലേക്ക് പോകുന്നൊരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാമാണ് അവൻ്റെ കോഴ്സിൽ പഠിക്കുന്നുണ്ടാവുക. എന്തൊക്കെയായിരിക്കും ആ ഒരു സമയത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ? നമുക്ക് രണ്ട് രീതിയിൽ ഇത് പഠിപ്പിക്കാം. രണ്ട് രീതി എന്ന് പറയുമ്പോൾ, ഒന്ന് ടെക്നീഷ്യൻ ലെവൽ. നമ്മളിപ്പോൾ നമ്മൾ NDT എന്ന് പറഞ്ഞാൽ ശരിക്കും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്നാണ്. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, നശിപ്പിക്കുക എന്നുള്ളതാണ്. നോൺ ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാതെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ റോട്ടിൽ എവിടെയെങ്കിലും വീണു, കൈയിടിച്ച് വീണു. ഈ കൈയിടിച്ച് വീണ് കഴിഞ്ഞാൽ എൻ്റെ കൈയിൻ്റെ എല്ല് പൊട്ടിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ഒരിക്കലും ഒരു കത്തി എടുത്ത് കീറി നോക്കി ഇത് ഡിസ്ട്രക്റ്റീവാണ്. ഞാൻ എന്ത് ചെയ്യും? എക്സ്റേ പോലെയുള്ള എക്സ്റേ എടുത്തിട്ട് ഞാൻ ചെക്ക് ചെയ്യും, പ്രശ്നമുണ്ടാകും. ഇതേ സെയിമാണ് നമ്മളെ വയറിന് ഒരു ബുദ്ധിമുട്ട്, വയറുവേദന വന്നു, ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിക്കലും വയറ് കീറിയിട്ട് അതിനുള്ള എന്താ പ്രശ്നം ആരും നോക്കില്ല. നമ്മൾ സൗണ്ട് കേട്ടോ, അൾട്രാസൗണ്ടാണ് ചെയ്യുക. സെയിം ഈ രണ്ട് മെത്തേഡും തന്നെ നമ്മൾ ഷിപ്പിലായിക്കോട്ടെ പൈപ്പിലായിക്കോട്ടെ ഈവൻ നമ്മൾ ഉണ്ടാക്കുന്ന ഹൈ സ്റ്റോറേജ് ബിൽഡിംഗ് കോൺക്രീറ്റിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ സാറ് പറഞ്ഞ മെത്തേഡ്സാണ് മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിംഗ്. ഇതെല്ലാം. അപ്പോൾ ഇതിൽ രണ്ട് രീതിയാണ്. ഇപ്പോൾ അൾട്രാസൗണ്ട് ചെയ്യുന്ന നമ്മൾ ഹോസ്പിറ്റൽസ് പോയാൽ റിലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി പറ്റും. എക്സ്റേ എടുക്കുന്ന ആളുകൾ, ഈ ടെക്നീഷ്യൻസ് എന്ത് ചെയ്യുന്നുള്ളൂ, അത് എടുക്കുന്നുള്ളൂ. അൾട്രാസൗണ്ട് ചെയ്യുന്നത് അത് ചെയ്യും. അവർക്ക് ചെറിയ രീതിയിൽ ഇതൊക്കെ നോക്കിയൊരു പരിചയം ഉണ്ടാവും. ഇത് ഫിലിം കണ്ട എല്ല് പൊട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയാൻ ചെറിയായിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാം കാണുമ്പോൾ കറുപ്പും വെള്ളയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കൃത്യമായി ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഡോക്ടർമാരാണ്. അപ്പോൾ ഇവിടെയും ഇത് ചെയ്യുന്നത് എങ്ങനെ വൃത്തിക്ക് ചെയ്യണം എന്നുള്ളത് ടെക്നീഷ്യന്മാരെ നമ്മൾ പഠിക്കാം. അവരിതിൻ്റെ അടുത്ത ലെവലുണ്ട്. എന്തുകൊണ്ട് ഇതിങ്ങനെ വരുന്നു, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ എക്യുപ്മെൻ്റ് എങ്ങനെയാണ്, ഇത് എങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്, എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു, ആ ഒരു ലെവലും കൂടി ആക്ച്വലി കുട്ടികൾക്ക് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഞാൻ വർക്കുന്ന സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്, ഇവർക്ക് അടുത്ത ലെവലിലേക്ക് മാറാനുള്ള ഒരു ഹെൽപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഏത് കാലം ഗ്രോ ചെയ്യാൻ പറ്റും. ഇതിൽ ഗ്രോ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സാറ് ലക്ഷങ്ങൾ വാങ്ങുന്ന ആളാണ്, ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്ത് ലക്ഷങ്ങൾ വാങ്ങുന്ന ആളാണ്. ചിലപ്പോൾ ബിടെക്കാരനത് കിട്ടില്ല, കിട്ടാത്ത ആളുകളുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നത് എത്രയാണ് എന്നുള്ളതൊരു മെയിനാണ്. നമ്മൾ എത്രത്തോളം ഇത് ഇപ്പോൾ സാറിൻ്റെ കേസിൽ ഇതൊക്കെ കൂടുതൽ അങ്ങോട്ട് പഠിക്കുന്നുണ്ടോ? ഇപ്പോൾ സാറ് പറയുന്നത് ഇന്ന മെറ്റീരിയൽ യൂസ് ചെയ്ത് അങ്ങനെയാണ്. ഇത് എല്ലാ ടെക്നീഷ്യൻസും ഇത് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഷിപ്പ് ബിൽഡിങ്ങിലെ ഷെല്ലാണ്, അതിൽ തിക്നെസ് കുറഞ്ഞിട്ടുണ്ടാകും, ഇവിടെ വരുമ്പോൾ അങ്ങനെയാണ്. ഇത് നമ്മളൊരു ക്യൂരിയോസിറ്റിയും നമ്മൾ പഠിക്കാനുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ഗെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ചില സ്ഥലത്ത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം, ചിലത് സ്വന്തമായിട്ടുണ്ടാകും. അപ്പോൾ ഞാനും സാറും ഇപ്പോൾ സാറ് പറയുമ്പോൾ നമ്മൾ സ്വന്തമായി പഠിക്കുകയാണ് ഇത് എന്താ വേണ്ടതെന്ന്. ഇപ്പോഴുള്ള ആളുകൾക്ക് സ്വന്തമായി പഠിക്കാനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്. അവർ എന്ത് പോകുന്നു അത് ചെയ്യുന്നു, അത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനൊരു വേ ഉണ്ടെന്നും ഇതിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് അടുത്ത ലെവൽ, ഒരു ഡോക്ടറിൻ്റെ പോലുള്ള ലെവൽ അല്ലെങ്കിൽ ഹയർ ലെവലിൽ എത്താം എന്നുള്ളത് രണ്ട് വേ പഠിക്കുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് ഹയർ ലെവലിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യും.